അമ്പലത്തിലോട്ടായിരിക്കും. അമ്മയുടെ അമ്പല യൂണിഫോം ആയത്. ഏത് അമ്പലത്തിൽ പോയാലും അമ്മ ആദ്യം ഇടുന്ന ഈ ചുരിദാറ വെള്ള. ഞാനും വെള്ളയല്ലേ. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഞാൻ ഇപ്പോഴേ ഇടുന്നത്. കറക്റ്റ് സൈസ് മീഡിയം. എന്റെ കൂടെ മുണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് മുണ്ട് ഉടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഷർട്ട് മാത്രം ഇട്ടു. കൊള്ളാമോ? കൊള്ളാം. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകും. അമ്മക്ക് ഞാൻ ഒരു പുതിയ ചുരിദാർ മേടിച്ചായിരുന്നു. അത് ഇട്ടൂടായിരുന്നോ? നല്ല രസമുണ്ട് കേട്ടോ ആ ചുരിദാർ. ഭക്തിമാർഗം അമ്മേ അളി മുണ്ടൊക്കെ കേട്ടു. ഇത് അഴിഞ്ഞങ്ങ് പോവും. മലമേപ്പാറയുടെ മണ്ടേന്ന് ഞാൻ പറത്തും. എനിക്ക് മുണ്ടെടുക്കാൻ പറ്റത്തില്ല. അഴിഞ്ഞു പോയാലേ ഒരു കൈ വെച്ച് എല്ലാം കൂടെ പാടാം. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച്. ഉടുക്കാൻ പറ്റും. ബെൽറ്റ് ഇട്ടാ മതിയെന്ന് പറയുന്നല്ലേ. അല്ല വേണ്ട ഇനിയിപ്പോ കുഴപ്പമില്ല. സീറ്റ് ബെൽറ്റൊക്കെ എടുത്തട്ട കടിച്ച്. കോഴിയോ? പിന്നെ പറ്റിക്കുവോ എല്ലാരും കൂടെ അങ്ങ്. എന്നെ എങ്ങനെ എല്ലാരും പറ്റിക്കുവാ അങ്ങ്. എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അങ്ങ് വിശ്വസിക്കുവേ. എവിടെ? ആ അച്ഛന് പണിയുണ്ട് കേട്ടാ. പക്ഷെ അച്ഛനോട് വിളിച്ചിട്ട് പോവായിരുന്നു. അച്ഛൻ ഭയങ്കര ഓണത്തിരക്കിലായോണ്ട് പണികളൊക്കെ മുമ്പേ തീർക്കും. അതുകൊണ്ട് അച്ഛനില്ല. മലമേൽ പാറ അവിടെ തന്നെയാണ് അമ്പലം. എല്ലാവർക്കും അറിയായിരിക്കും. അത് ഇവിടെ അടുത്താന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു. അയ്യോ അച്ഛൻ ഭയങ്കര JCB ഓട്ടീര്. അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. ആ വരുന്നാ വാ. തീർന്നാ പണി? എപ്പോ കഴിയും? രാത്രിയാവും മിക്കവാറും. അതെ പമ്പരോ? പമ്പരം മോഡിഫിക്കേഷൻ. ഇതെന്റെ മൂത്തശ്ശനാണ് കേട്ടാ. മൂത്തശ്ശൻ ഹായ് പറ. ഹായ്. ഇവിടെ വീട് പണിഞ്ഞോണ്ടിരിക്കവളെ. ചായം കടിയും വല്ല വേണോ? ഒന്നും വേണ്ട. ഓ അതിനാണ് ഇറങ്ങിയത്. ചില്ലറ ഇല്ല. പൈസ എല്ലാവർക്കും ആരെയൊക്കെ പൈസ ഇല്ല. എല്ലാ അക്കൗണ്ടില്ല. ഏത് ഗൂഗിൾ പേ ഉണ്ട് ഇപ്പം വഞ്ചിപ്പെട്ടിയില്. ആ ഉണ്ട്. നെയ്യാറ്റിക്കര ഉണ്ടല്ലോ. ആ നെയ്യാറ്റിക്കര അമ്പലത്തിൽ ഉണ്ട്. ഗൂഗിൾ പേ ഉണ്ട്. വഞ്ചിപ്പെട്ടിയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ. അല്ല നമ്മള് കൈ കൊണ്ട് പൈസ കൊടുത്താല് ദൈവത്തിന് കിട്ടത്തില്ലല്ലോ. പിന്നെ എങ്ങനെയായാലും കണക്കാ. ആല് നോക്കിയമ്മ ഭയങ്കര വലിയ ആല്. ഈ ആല് ഇത്ര ആവാൻ വേണ്ടിട്ട് എത്ര വർഷം എടുക്കുമല്ലേ? ഏതാണ്ടൊരു 350 വർഷം. പിന്നെ അത്രയൊക്കെ എടുക്കൂലേ? ഇത്ര വലിയൊരു ആല അങ്ങനെ ആവാൻ. പിന്നെ ആ അതിന്റെയൊക്കെ വള്ളീന്റെ പഴക്കം നോക്ക്. നമ്മളെ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടോ. കൊള്ളാം കേട്ടോ. ഭയങ്കര ശാന്തമായ ഒരു സ്ഥലം അല്ലേ? ഭയങ്കര സൈലൻസ്. എന്നാ ചുറ്റും ഒത്തിരി വീടുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ കൊച്ചുനാളിലേ അറക്കി അമ്പലത്തിൽ പോയിട്ട് ഇതിലേ കയറി വന്നിട്ടുണ്ട്. ഞങ്ങൾ അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊറേ നടന്നു പറഞ്ഞോന്ന് തോന്നുന്നു. പോക്കറ്റിലൊന്നും ഇടാൻ പറ്റത്തില്ല. ഇടല്ലോ അതിന് പാനിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായല്ലോ. വഴി മാറ മുണ്ടൊക്കെ. ഇത് മറ്റേ പാറേന്റെ അവിടത്തെ ഉള്ള അമ്പലമാണ് കേട്ടാ. ഇതല്ലാണ്ട് വേറൊരു അമ്പലം കൂടെ ഉണ്ട് അതിന്റെ അപ്പുറത്തോട്ടല്ലേ. അതിൽ ഇറക്കിയ അമ്പലം. ഇങ്ങനെ നടന്ന് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിട്ട് ഗ്രിപ്പൊക്കെ ഉണ്ടോ? പക്ഷെ കൊള്ളാല്ലേ? ഭയങ്കര രസം കാണാൻ ആലക്കൊക്കെ. ഓ ഇവിടുത്തെ വ്യൂ നോക്ക് അടിപൊളിയല്ലേ? ഓ നൈസ് കേട്ടോ. അത് കേറി വരുമ്പോ പ്രതീക്ഷിക്കത്തില്ല. അയ്യോ അത് അടിപൊളി. ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ അകത്തോട്ട് പോണ വഴി. ഇത് നല്ല ഹൈറ്റിലാണല്ലോ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ. ഭയങ്കര സൈലന്റ്. സ്ലിപ്പൊന്നും ആവല്ലേ? ഇത് നല്ല ഹൈറ്റാ. ഡേയ് ഇങ്ങോട്ട് വാ. എക്കോ ഉണ്ട് കേട്ടോ. നല്ല ഒന്ന് വിസിലടിച്ചേ. ആ എക്കോ ഉണ്ട്. അമ്മ വിസിലടിച്ചേ. അടി അമ്മ.
പറ്റത്തില്ല, ചവിട്ട് വരൂല. ആ ഞാൻ അടിക്കാം. ആ ടൈമിങ് ചെറുതായിട്ട് തെറ്റിപ്പോയി. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു, ആക്ഷനൊക്കെ കറക്റ്റ് ആയിരുന്നു. തൊഴുതിറങ്ങിയ കേട്ടോ. ഇവിടെ ശിവന്റെ പ്രതിഷ്ഠയാണ്. എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഏതാണ് ഇതെന്ന്. എനിക്ക് ഷർട്ട് ഊരാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ അവരൊന്നും പറഞ്ഞില്ല. എനിക്ക് ചന്ദന തന്നപ്പോൾ ഇടത് കൈ ഞാൻ നീട്ടിയത്. അപ്പൊ ഇങ്ങനെ ഒന്ന് വലിച്ച് എന്നിട്ട് തന്നെ നോക്കിയത്. അപ്പൊ കൈ വൈകിട്ട് നീട്ടിയോണ്ട് ഞാൻ നോക്കിയതാന്ന് പറഞ്ഞു. നല്ല അമ്പലം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇപ്പൊ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരാം. ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങിയാൽ മതി. എനിക്കൊന്ന് വൈകുന്നേരം രാവിലെ അടിപൊളിയായിരിക്കും അല്ലേ? വൈകുന്നേരം താന്നുന്നത് കുറച്ചുകൂടെ അടിപൊളി. ആരാ റോട്ടി പൗഡറൊക്കെ കൊണ്ടിട്ടേക്കുന്നത്? അതെന്തുവാ ഇയാളെ കോമഡി കേൾക്കാത്തോണ്ടായിരിക്കും. നമ്മ സൂക്ഷിച്ചു നടക്ക്. ഈ സൈഡ് അരുവാരം നടക്ക്. ഈ കമ്പി പിടിച്ചോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊച്ചിലെ തൊട്ടേ ഞാൻ എവിടെയെങ്കിലും വീണ്ടുണ്ടാ പറ. അതെ, ഞാൻ ഒരു സ്ഥലത്ത് പോലും ഞാൻ മറിഞ്ഞടിച്ച് വീഴത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര നോക്കി നടക്കത്തുള്ളൂ. ഞാൻ ഇന്നൊരു ആരും മുമ്പിൽ ചെന്ന് മറിഞ്ഞടിച്ച് ചപ്പളഞ്ഞ് വീണ് നാണം കെട്ടിട്ടൊന്നുമില്ല. അളിയനോ? ഞാൻ വീണ്ടില്ല. തവള 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 ചെറിയ കിണ്ടമാക്കി കേട്ടോ. ആ കയറിപ്പോയി. സമാനായോ? ഇതിൻ്റെ അടുത്ത് വേറൊരു പാറ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ അറക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങോട്ട് ചെറിയ ടൂറിസം സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അത് കൊണ്ട് കെട്ടുന്നതിന് മുമ്പ് അവിടെ ഒരു കിളി ഉണ്ടായിരുന്നു. അത് കെട്ടി കഴിഞ്ഞിട്ട് ആ കിളി പോയി. ചുമ്മാ തൊട്ട് ഈ സാധനം മേടിച്ച് വെച്ചാൽ വരത്തൊന്നുമില്ല. അതെ, ടിക്കറ്റ് എടുത്തത് വെറുതെ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതുവഴി അങ്ങനെയൊക്കെ കയറിയിട്ട് വേണം എൻ്റെ മണ്ടേ പോവാൻ. ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇൻ കേസ് സ്ലിപ്പ് അങ്ങനെ ആയ പണിയാവും. വേണ്ട, അത് ചടങ്ങലത്ത് പോയാലും കാണാൻ പറ്റും കേട്ടോ. അതെ, അമ്മ പോയിട്ട് വാ, ഞാൻ എവിടേക്കാ. നിങ്ങൾ വേണേ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. പോയി നോക്കിട്ടോ. നമ്മൾ ആദ്യത്തെ മിഷൻ ഒഴിവാക്കിട്ടോ. ഞങ്ങൾ വേറൊരു പാറ പോവാ. എന്തിനായിരുന്നു? കുടപ്പാറയില് കുടം കണക്കിരിക്കുന്ന ഒരു പാറ ഉണ്ടോ, അങ്ങോട്ട് പോവാ. നിങ്ങൾ എങ്ങനെയെങ്കിലും താഴെ എത്തിയത്. ഞാൻ എങ്ങനെയായാലും എത്തും. എഴഞ്ഞായാലും ഞാൻ താഴെ വരും. നിങ്ങൾ നോക്കി ഇറങ്ങിയാണ്. വയസ്സായിരിക്കും, ഊറി പിടിക്കാനൊക്കെ വലിയ പാടാ. എനിക്ക് വലിയ പ്രശ്നമില്ല. എന്തരി എന്തുപറ്റി? ഇൻഷുറൻസ് ഉണ്ടാ? ഓ, അതിന്റെ കോൺഫിഡൻസാ. വേണ്ട പാറ ഉണ്ടോ? വേണ്ട, ഇതാണ് കുടപ്പാറ. വേണ്ട, കുടം പോലെ ഇരിക്കുന്ന, കൊട പോലെ ഇരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇത് കുടപ്പാറ എന്നല്ല, കൂണ് പാറ എന്ന് ഇടണമായിരുന്നു. അല്ലെങ്കിൽ മഷ്റൂം പാറ. അതാണ് കുറച്ചും കൂടെ യോജിക്കുന്നത്. നമുക്ക് ആ ഒരു ഷേപ്പുള്ള ഇതാണ് ആ ഒരു സംഭവം. പക്ഷെ ഇവിടെ നിന്നാ മഴയത്തൊക്കെ നിന്നാ നനയത്തൊന്നുമില്ല. നമുക്ക് സൂപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. പണ്ട് മറ്റേ ഋഷിമാരൊക്കെ മറ്റേ തപസ്സൊക്കെ ഇരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഓ ആ, ഇപ്പൊ എല്ലാം അറിഞ്ഞേനായിരുന്നു കേട്ടോ. കൈ ആവുന്ന ഞാൻ ഇതണ്ട് ഈ വടം കണ്ടോ, അതിനകത്ത് വള്ളി ഞാൻ തൂങ്ങിയാനായിരുന്നു. ഈ കന്നാസ് ഇവിടെ നിന്നപ്പോ ഞാൻ വിചാരിച്ചു ആരാണ്ട് ബാക്കിൽ വന്നിരിക്കുന്നു. ഈ മറ്റേ പാറ ഉണ്ട് കേട്ടോ എന്റെ മണ്ടയിൽ. എനിക്ക് കയറി പോകാൻ വയ്യ ഗൈസ്. അതറിയല്ലോ, കാലക്കേടാ. നമ്മള് ചുമ്മാ എന്തിനാണ് ചുമ്മാ. നമ്മളൊരു ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഇവിടെ കുറെ പൂക്കളൊക്കെ ഉണ്ടായി, നല്ല രസമുണ്ട്. കണ്ടാ അമ്മ, പൂക്കളൊക്കെ ഉണ്ടാ. ഇങ്ങനെ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അമ്മ എന്തിനാ ആമസോണാ വെച്ച് ടേസ്റ്റ് നോക്കാം അമ്മ. ഒരു വല്ലാത്ത ടേസ്റ്റ് ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ, ഇത്രയും പോയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അറക്കി അമ്പലത്തിൽ വന്നേ. ഇവിടുത്തെ കുളമൊക്കെ ഉണ്ടല്ലേ? കുളമൊക്കെ കിണറോ അമ്മ? ഇവിടെ ഇതല്ലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിലേക്ക് കഴിയുമ്പം ഇപ്പോഴും തൊട്ടി കയറാം. പണ്ടൊരു പാള ഇട്ടേക്കുമല്ലേ, പാള കെട്ടിയിട്ടിട്ട് അതിന് വെള്ളം കോരി കുടിക്കുമായിരുന്നു. ഓ, ഇത് ചെറയല്ല, ഇത് കുളമാണ്. അല്ല, കിണറാന്ന് തോന്നുന്നു. കിണർ ഇങ്ങനെ നിറഞ്ഞിട്ട് കുളം പോലെ ആയതാ. അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഭയങ്കര ക്ലിയർ വെള്ളം കേട്ടോ. നോക്കിയേ, പൈസ കിട്ടേക്കണം അവിടെ ഇവിടെയൊക്കെ ചില്ലറ. തൊഴുതിട്ട് വരാമേ.
ഈ അമ്പലത്തിൽ ഒത്തിരി തൊഴുവുണ്ടായിരുന്നില്ലേ? ഒത്തിരി ഏരിയ ഉണ്ട് നമുക്ക് തൊഴുവാനായിട്ട്. ഈ ഭസ്മം തിന്നു ഞാൻ കുറിയിട്ടെ. അയ്യേ ഭസ്മം തിന്ന്. ഞാൻ നോക്കിയപ്പോ ഭസ്മം നക്കണ്. ഇപ്പൊ പറഞ്ഞ കുറിയിട്ടാണെന്ന്. നേരത്തെ പറഞ്ഞ എന്താണെന്നറിയാമോ? അനിയും പണ്ട് പെൻസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ചോദിച്ച പെൻസിൽ ചെയ്തിട്ടുണ്ടാ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നു. ഇത്രയും നേരം എന്നോട് തിന്നാനുണ്ടായിരുന്നു. അവൻ തിന്നുന്നുണ്ട്, ഞാൻ തിന്നു. ഞാൻ അത് ആദ്യമായിട്ടാണ് ഈ ഭസ്മം തിന്നുന്നത്. പക്ഷെ ഭസ്മം നാക്കിലും വെക്കോ? വെക്കും, നല്ലതല്ലേ? എന്തരായത്? അയ്യോ എന്റെ ചെരുപ്പ് എവിടെ? ചെരുപ്പ് എടുത്തില്ല. പായസം പഠിച്ചേട്ടാ ഇവിടുന്ന്. ഈ നേരം വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് കൂലിക്ക് പോയാലോ നമുക്ക്? സിനിമ ഞാൻ കണ്ടില്ല ഇതുവരെ കൂലി. സംഭവം ഒത്തിരി പേര് പറഞ്ഞു വലിയ രസമൊന്നുമില്ല, ഹൈപ്പിനുള്ള സംഭവമൊന്നും ഇല്ലെന്ന്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് പോയി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മള് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. എന്തരായിരിക്കും നമ്മള് കഴിക്കുന്ന? ഞാൻ ഭൂരി. ഭൂരി. മസാല ദോശ. ഞാൻ 2. അളിയനും എനിക്ക് മസാല ദോശ, അമ്മയ്ക്ക് ഭൂരി. അമ്പലത്തിൽ പോയിട്ട് വന്ന മസാല ദോശ മസ്റ്റ്. അന്നം കട മൊത്തം കുന്തിരിക്കിട്ട് പോകച്ചേട്ടോ. നമുക്ക് ഫുള്ള് പോകാം. ആകെ ജഗപക. ഈ കട കുറച്ച് നവീകരിച്ചേട്ടോ ഇവര്. ഇതിന്റെ ഇന്റീരിയർ സംഭവമൊക്കെ മാറ്റി. എനിക്കിപ്പം വേറെ ആൾക്കാരാണെന്ന് തോന്നുന്നു നടത്തുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു എക്സ്ട്രാ ചട്നി വന്നിട്ടുണ്ട്. എന്തൊക്കെയോ മാറ്റം. എനിക്ക് നിങ്ങൾ പഴയ പോലെ എനിക്ക് ഫുഡ് അങ്ങോട്ട് കഴിച്ച് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കുന്തിരിക്കയുടെ ഫ്ലേവറുകൾ അടിച്ചിട്ടേ ഇത് കൊള്ളാം കേട്ടോ ചട്നി. ഓക്കെ കഴിച്ചിട്ട് വരാവേ. ഹായ്, പണി തീർന്നാ? കുളിച്ചാ? എന്നിട്ട് മൃദംഗം ഓടിക്കുന്ന തലയില് ഗട്ടിക്കിങ്. കൈ മണപ്പിക്ക് തിന്നേന്ന്. ഇത് വാഴയിലെ പൊതിഞ്ഞൊക്കെ ഇല്ലേ എന്നാ? ഡേയ് നീ വെജിറ്റേറിയനാ? കൊള്ളാവോ? അച്ഛൻ കുളിക്കാൻ പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് ശല്യപ്പെടുത്താം. അച്ഛകത്തെ നീരാട്ടാണ് കേട്ടോ. കുറെ നേരമായി പോയിട്ട്. നാരങ്ങ എടുത്തിട്ട് വലുത് ഇട് ഇട് ഇട്. നാരങ്ങ നാരങ്ങ വലുത്. അലയിട്. എന്റെ കൈ വയ്യ. ഞാനല്ല അളിയനായിട്ട് പറഞ്ഞേടാ. ഞാനല്ല പറഞ്ഞ. വീഴുമല്ല കൂടെ കൂടെ. അതുകൊണ്ട് ഞാൻ ആദ്യം ചെറിയ എണ്ണം വീണ്, രണ്ടാമത് ഇട്ടപ്പോ ഞാൻ ഈറ്റയും വിളിച്ചു. വെള്ളം പോയി പാതി കഴിയാൻ കപ്പ് താഴെ വീണ്. നമ്മള് കൂലി കാണാനായിട്ട് എത്തി കേട്ടോ. രജനീകാന്തിന്റെ മൂവിയാ. അമീർ ഖാനെ കൊണ്ട് പൊരിക്കും. ഞാൻ ഒത്തിരി നാളായിട്ടോ സിനിമയ്ക്കൊക്കെ വന്നിട്ട്. നമ്മള് ലാസ്റ്റ് വന്നത് ജുറാസിക് പാർക്ക് കാണാനല്ലേ അമ്മ? മറ്റേ ഇല്ല പാട്ടില്ലേ അമ്മ? മോനിക്ക. അത് ഈ സിനിമയിലെ അതിനകത്താ. ഇത് ഇറങ്ങിയപ്പോഴത്തേന് പിന്നെ റീൽസിന് മൊത്തം മോനിക്കായിരുന്നു. എൻ്റെ കൈ വയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാനും ഇറങ്ങിയായിരുന്നു ഒരു ചുരിദാറൊക്കെ ഇട്ട് മോനിക്ക. ഓക്കെ ഗൈസ്, സിനിമ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. എൻ്റെ സ്പെക്സിന് കണ്ണാടി ഇല്ല കേട്ടോ. ഐ മീൻ ഇതിൽ ഗ്ലാസ് ഇല്ല. ഹാപ്പി കടിച്ചു കുറച്ചു. പക്ഷെ ഇത് വെക്കേണ്ട എനിക്കൊരു സമാധാനം ഇല്ല. അതുകൊണ്ട് വെച്ചേക്കാം. പുതിയത് മേടിക്കണം. എന്തായാലും പ്രതീക്ഷകളുണ്ടോ സിനിമ? ഒരു പ്രതീക്ഷയില്ല അല്ലേ? ഓക്കെ.
ഇതിലേത് കാല്? കരി നീരുണ്ട്. അമ്മയുടെ കാല് നീരടിച്ച്. നമ്മളെ അമ്പലത്തിൽ അവിടെ ഇത്രയും നടന്നു, പിന്നെ ഇവിടെ ഇത്രയും നേരം തൂക്കിട്ടോണ്ടിരുന്നില്ലേ? ഇറങ്ങിയപ്പോ ചെരുപ്പ് ഇറുന്നതാ, കാല് രണ്ടും നീര്, നടക്കാൻ പോയി. ഞാൻ സ്റ്റെയർ ഇറങ്ങി വല്ലച്ചാതി വന്നേ, പിന്നെ മിണ്ടിയില്ല. ശ്രീധുവിന് കാല് വേദന ഉണ്ടോ? അമ്മയ്ക്കൊക്കെ വയസ്സായോ? കാലൊക്കെ നീരത്, പിന്നെ വയസ്സായില്ലേ? വയസ്സായ എണ്ണ കാല് തൂക്കിട്ട്. അതെന്താ അങ്ങനെ? അച്ഛൻ സിനിമ എങ്ങണ്ടായിരുന്നു? അച്ഛന്റെ അഭിപ്രായം പറ. ഇഷ്ടപ്പെട്ടോ? അളിയന് കുഴപ്പമില്ല. അമ്മയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രായത്തിൽ ഇത്ര അഭിനയിക്കുന്നില്ലേ? ഏജ് കൂടെ നോക്കണോ അപ്പൊ ആ പട്ടവന്റെ? അല്ലല്ല, അതല്ല, ഇത്രയും ഡീഗ്രേഡ് ചെയ്ത് ഞാൻ കുറെ കണ്ടു. ഞാൻ ഇപ്പഴേ സിനിമ വന്നിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ 1.5 ആഴ്ച 2 ആഴ്ച അടുപ്പിച്ച് അങ്ങോട്ടായെന്ന് തോന്നുന്നു. 2 ആഴ്ചയല്ല, 1.5 ആഴ്ച എന്തായാലും ആയി. എല്ലാരും പറയുന്നതിന്റെ അത്ര ഇതൊന്നുമില്ല. പിന്നെ ലോകേഷ് മൂവിയിൽ എല്ലാരും പ്രതീക്ഷിച്ച ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് കുറച്ച് അതിൽ നിന്ന് മാറി നിൽക്കുക. ഇപ്പൊ നമ്മൾ വിക്രം കണ്ടാലോ അല്ലെങ്കിൽ കൈദിയായിട്ടൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഡയറക്ടർ മാറിയിട്ട് വേറെ ആരെങ്കിലും ആണ് ചെയ്തതെന്ന് ഉണ്ടെങ്കിൽ ഇത്ര ഒരു ഇത് വരത്തില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളി എന്ന് പറഞ്ഞാൽ. പക്ഷെ ലോകേഷ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ബട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. നല്ല കണക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും, അല്ലേ? നല്ല കണക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റോറി. പഴയ രജനികാന്ത് ഉണ്ടല്ലോ, അത് കാണിക്കൂ. അത് ശരിക്കും എനിക്ക് രോമാഞ്ചം വന്നു, ഉള്ളാരും പറയാല ഇല്ലേ ചാ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ലാസ്റ്റിലത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാക്ക് സ്റ്റോറിയിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളി. പിന്നെ അമീർ ഖാന്റെ സീൻ, അതും വിഷയമായിരുന്നു. അതിനകത്തൊരു 2-3 BGM ഒക്കെ വരുന്നുണ്ട്. എനിക്ക് കിട്ടുള്ള കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാ. എളിയാ അതെ അത്രയ്ക്ക് അവിടെ ജയിച്ചിട്ടില്ല. ഇത് ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഓക്കെയാണ്. പിന്നെ ശ്രുതിഹസനം തട്ടിക്കൊണ്ട് വെക്കാം. ശ്രുതിഹസന കണ്ടു. ഈ തമിഴ്നാട് പഞ്ചായത്തിന്റെ ആരുമില്ല തട്ടിക്കൊണ്ട് വരട്ടെ. അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്ന് എന്തൊക്കെയായിരുന്നു? നമ്മൾ അമ്പലത്തിൽ പോയി ഇല്ലേ? അമ്പലത്തിൽ പോയി ഇങ്ങനെ നേരെ വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോ ആണ്. ബൈ.